ഷഹീറെ, ഇതാ അങ്ങനെ നമ്മൾ വിരഹം റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. ഷഹീറിന്റെ കുറേ പാട്ടുകളിലൊക്കെ വളരെ ഭംഗിയായിട്ട് ആ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും നമ്മൾ യൂട്യൂബിൽ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെങ്കിൽ റീൽസിലും ഒക്കെ ആയിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു റൗണ്ട് കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കണം അതിലുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ, അല്ലേ? അപ്പോൾ ഷെയർ പറയൂ, ഏത് പാട്ടാണ് ഈ സ്പെഷ്യലായിട്ട് ഈ റൗണ്ടിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്? ഞാനിന്ന് ഷാഫിക്ക എഴുതി മ്യൂസിക് ചെയ്ത് ഷെരീഫ്ക്ക പാടിയ ഒരു നാളും മറക്കുകയില്ല എന്നുള്ള പാട്ട്. ഇതിൽ ശരിക്ക് ഷാഫിക്കിന്റെ പെങ്ങളെ കുറിച്ച് ഷാഫിക്ക എഴുതിയ പാട്ടും കൂടെയാണ്. പെങ്ങള് മരിച്ചതിനെ കുറിച്ചിട്ട് ആ ഒരു കാര്യമാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു വിരഹത്തിന്റെയും നൊമ്പരത്തിന്റെയും ഒക്കെ വേദന അടങ്ങിയ ഒരു പാട്ടാണ്. അപ്പൊ അതൊരു റിയൽ സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ വന്ന പാട്ടായതുകൊണ്ട് അത് അതിൻ്റെതായ രീതിയിൽ അവതരിപ്പിക്കൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് പാട്ട് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ശരി. ഓരോരോ നാളിലും നീ തന്ന സ്നേഹവും ഒരു നാളും മറക്കുകയില്ല. ഓളേ നിൻ പൂമുഖം ഓരോരോ നാളിലും നീ തന്ന സ്നേഹവും മണ്ണിൻ്റെ ഉള്ളറയിൽ മയങ്ങുന്ന നിന്നെ മനസ്സുള്ളൊരാരും മറക്കില്ല പൊന്നേ. ഒരു നാളും മറക്കുകയില്ല ഓളേ നിൻ പൂമുഖം ഓരോരോ നാളിലും നീ തന്ന സ്നേഹം. പെരുന്നാൾ ദിനവും അഴകുള്ള മൈലാഞ്ചിയും അന്നത്തെ പെരുന്നാൾ ദിനവും അഴകുള്ള മൈലാഞ്ചിയും നീ വെച്ച ചോറും കറിയും ഓർക്കുന്നു പെങ്ങളെ. നീ വെച്ച ചോറും കറിയും പെറ്റ പൈതങ്ങളിൽ കാണുന്നു നിന്റെ മുഖം. നീ പെറ്റ പൈതങ്ങളിൽ കാണുന്നു നിന്റെ മുഖം. നിന്റെ താരാട്ട് കേൾക്കാൻ കൊതിക്കുന്നുണ്ടവരെന്നും. നിന്റെ താരാട്ട് കേൾക്കാൻ അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ. അവരെ ഉറക്കാനായി ഇനി നീ വരില്ലല്ലോ. ആ നല്ല നാളുകളൊന്നും പുനർജനിക്കില്ലല്ലോ.
ഒരു നാളും മറക്കുകയില്ല മോളെ നിൻ പൂമുഖം. ഓരോരോ നാളിലും നീ തന്ന സ്നേഹം. വേർപെട്ട് നിന്റെ റൂഹ് പിരിഞ്ഞൊരാ നേരത്ത്, വേർപെട്ട് നിന്റെ റൂഹ് പിരിഞ്ഞൊരാ നേരത്ത്, വേദനയാൽ വിങ്ങിപ്പൊട്ടി ഉറ്റവരും ചാരത്ത്, വേദനയാൽ വിങ്ങിപ്പൊട്ടി ഉറ്റവരും ചാരത്ത്. ഓർമ്മകളിൽ മധുരം തന്ന് നീ പോയി ദൂരത്ത്, ഓർമ്മകളിൽ മധുരം തന്ന് നീ പോയി ദൂരത്ത്. ഒരു വാക്കും ഒഴിഞ്ഞിടാതെ അകലെ പരലോകത്ത്, ഒരു വാക്കും ഒഴിഞ്ഞിടാതെ അകലെ പരലോകത്ത്. മഹനീയനാമല്ലാഹ് മഗ്ഫിറത്തേകണേ, മഹനീയനാമല്ലാഹ് മഗ്ഫിറത്തേകണേ. മഹദിയാം ത്വാഹിറ മോളെ ജന്നത്തിൽ ചേർത്തിടണേ, മഹദിയാം ത്വാഹിറ മോളെ ജന്നത്തിൽ ചേർത്തിടണേ. ഒരു നാളും മറക്കുകയില്ല മോളെ നിൻ പൂമുഖം. ഓരോരോ നാളിലും നീ തന്ന സ്നേഹവും. ഒരു നാളും മറക്കുകയില്ല മോളെ നിൻ പൂമുഖം. ഓരോരോ നാളിലും നീ തന്ന സ്നേഹവും. മണ്ണിൻ്റെ ഉള്ളറയിൽ മയങ്ങുന്ന നിന്നെ മനസ്സുള്ളൊരാരും മറക്കില്ല പൊന്നേ. ഒരു നാളും മറക്കുകയില്ല മോളെ നിൻ പൂമുഖം. ഓരോരോ നാളിലും നീ തന്ന സ്നേഹം. ഷെഹിറെ, ഓ സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേഴ്സണലി ഫേവറേറ്റ് ആയ ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ഒരു പാട്ടാണിത്, അല്ലേ? അപ്പോൾ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷാഫിക്കയെ പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോഴും ഒരു നെഞ്ചിലൊരു നീറ്റൽ തന്നെയാണ്, അല്ലേ? ആ നഷ്ടം നമുക്ക് ഒരിക്കലും നികത്താനാവില്ല. അപ്പം അങ്ങനെ സംഭവിച്ച ഒരു പാട്ട് അത് ഈ വേദിയിൽ വന്ന് ഷെയർ പാടി. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഈ പാട്ട് എങ്ങനെ പാടി എന്നതിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ എന്തായാലും വേണം. അപ്പൊ ഞാൻ നേരെ ജഡ്ജസിലേക്ക് കമന്റ്സിലേക്ക് നീങ്ങുവാണ്. അൻവർക്ക, കൊള്ളാം, നന്നായി പാടി, നന്നായി പാടി, അടിച്ചു പൊളിച്ചു, കൊള്ളാം. ഇത് നല്ലൊരു സുന്ദരമായ, ഇതൊരു വിരഹം എന്നതിലുപരി ഒരു സാഡ് സോങ്, ഒരു ദുഃഖഗാനം എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരുപാട് എന്താ പറയുക ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല, ഉള്ളത് ഭംഗിയായിട്ട് നല്ല ഫീലോടുകൂടി പാടുക എന്നുള്ളതാണ് ഇതിൻ്റെ
ഈ വരികളുടെ ഒരു 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 പ്രധാനപ്പെട്ട ദൗത്യം. അത് ഷഹീർ വളരെ ഭംഗിയായിട്ട് മാന്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഫീല്, സ്ഥിരമായിട്ടുള്ള ഷഹീറിൻ്റെ ആ ഒരു ഫീല് ഈ പാട്ടിലും കൊണ്ടുവരാൻ പറ്റി. അതിൽ സന്തോഷമുണ്ട്, മനോഹരമായിട്ടുണ്ട്. പോട്ടെ, നന്നായിരിക്കും. താങ്ക് യു സോ മച്ച് അൻവർ ക. ഷബ്നം. ഷഹീർ, ഇക്ക പറഞ്ഞ ശരിയാണ്. കാര്യം ആ ഒരു നമുക്ക് വിരഹം എന്ന് പറയാൻ പറ്റില്ല, ഒരു സാഡ് സോങ് ആണല്ലേ. കാര്യം ഒരു അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരു പെങ്ങളുടെ ഇത് വിയോഗത്തിൻ്റെ ഒരു വിഷമം പങ്കിടുന്ന ഒരു ട്രൂ സ്റ്റോറി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പാട്ട്. അതുകൊണ്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള സോങ്. പിന്നെ ഷഹീർ അതിനകത്ത് മാക്സിമം പറ്റുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് പാടി. താങ്ക് യു ജഡ്ജസ്. നല്ല കമന്റ്സ് ഒക്കെയാണ്.